ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും കുഞ്ഞിന്റെ മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. ഭാര്യ ഗർഭിണിയാണെന്ന് അൽത്താഫ് അറിഞ്ഞിരുന്നില്ലെന്നാണ് ലഭിക്കുന്ന വിവരം. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. അതായത് ഈ ഇലക്ഷൻ പ്രചരണത്തിൽ അല്ലെങ്കിൽ ഇലക്ഷൻ ചൂടിൽ മുങ്ങിപ്പോയ ഒരു ഞെട്ടിക്കുന്ന ഒരു സംഭവം നമ്മുടെ തിരുവനന്തപുരം കാട്ടാക്കട പൂഴനാട് നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരു മെയിൻ സ്ട്രീമുകളും എടുത്തിട്ടില്ല, കാരണം അവർക്കെല്ലാം ഇലക്ഷന്റെ ബേക്കിലേ തന്നെയാണ്. ഇതിന്റെ ഇടയിൽ നടക്കുന്ന വലിയ വലിയ കുറ്റങ്ങളൊന്നും ഇതിന്റെ മറവിൽ, ഈ ഇലക്ഷൻ ചൂടിന്റെ മറവിൽ ആരും എടുക്കുന്നില്ല, നമുക്ക് മുങ്ങിപ്പോവുകയാണ്. സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോകുന്ന ഒരു സംഭവം നടന്നിട്ടുണ്ട്. സംഭവം ഇങ്ങനെയാണ്. 21 വയസ്സുള്ള ഷംന, 21 വയസ്സാണ് ഷംനയുടെ വയസ്സ്. കാട്ടാക്കട പൂഴനാട് സ്വദേശിയാണ് ഈ ഷംന ഈ കഴിഞ്ഞ ഞായറാഴ്ച, അതായത് ഭർത്താവ് ഈ പറയുന്ന ഇറച്ചിവെട്ടുകാരനെന്ന് പറയുന്നു, ഭർത്താവിന്റെ പേര് അൽത്താഫ് എന്നാണ്. അപ്പൊ പുള്ളി ഇറച്ചിവെട്ടുകാരനെന്ന് പറയപ്പെടുന്നു. ഓക്കെ, പുള്ളി പോയിട്ട് തിരിച്ചു വന്നപ്പോൾ ഷംന വീട്ടിലുണ്ട്. ഷംനയും ഈ പറയുന്ന ഭർത്താവിന്റെ ഉമ്മയും അവിടെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോ ഷംന വന്നപ്പോൾ ഷംന അങ്ങനെ അവിടെ ഇരിക്കുകയാണ്. വയറുവേദന, കലശമായ വയറുവേദന എന്ന് ഈ പറയുന്ന ഭർത്താവിൻ്റെ അടുത്ത് പറയുന്നു. എനിക്ക് ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറഞ്ഞതായിട്ടും ഭർത്താവിന്റെ അമ്മ ഇതുപോലെ ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര വയറുവേദന എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഈ ഭർത്താവ് നേരെ ഒരു ഓട്ടോ പിടിക്കാൻ വേണ്ടി പോയി. ഒരു ഓട്ടോയെ പിടിച്ചുകൊണ്ട് വന്നിട്ട് ഇവളെ, ഈ പറയുന്ന ഷംനയെ, 21 വയസ്സ് മാത്രം പ്രായമുള്ള ഷംനയെ വിളിക്കാൻ വേണ്ടി റൂമിനകത്ത് കയറുന്നു. അതിനകത്ത് ഒരു റൂമിന്റെ കട്ടിന്റെ അടിയിലായിട്ട് കുറച്ച് പഴന്തുള്ളികൾ ഇങ്ങനെ ഒരു ഭാണ്ഡക്കെട്ട് പോലെ ഇങ്ങനെ ചുരുട്ടിക്കൂട്ടി വെച്ചിട്ടുണ്ട്. അതിനകത്ത് രക്തക്കറ കണ്ടു. അപ്പൊ ഈ ഭർത്താവ് രക്തക്കറ കാണുന്നു. ഭർത്താവ് ആ ഭാണ്ഡക്കെട്ട് എന്താന്ന് പറഞ്ഞു നോക്കുക. അതിനകത്ത് ഒരു നവജാത ശിശുവായിരുന്നു. അതായത് പ്രസവിച്ചതേ ഉള്ളൂ. ആ പ്രസവിച്ച ആ കുഞ്ഞ് അതിനകത്തായിരുന്നു എന്നുള്ളതാണ്. ഇവിടെ ഞെട്ടിക്കുന്ന മറ്റൊരു കേസ്, ഇത് പ്രസവിച്ചത് ഷംനയാണ്. ഈ വെറും 21 വയസ്സ് മാത്രം പ്രായമുള്ള ഈ ഷംനയാണ് ഈ കുഞ്ഞിനെ പ്രസവിച്ചത്. അതിനെയും കാട്ടി വലിയൊരു ഞെട്ടല്, ഈ പറയുന്ന ഭർത്താവിനോ ഈ പറയുന്ന അമ്മായിയമ്മയ്ക്കോ ഈ ഷംന ഗർഭിണിയായിരുന്നു എന്നുള്ളത് അറിയില്ലായിരുന്നു എന്നുള്ളതാണ്. ഈ ഷംന ഗർഭിണിയായിരുന്നു എന്നുള്ളത് അറിയില്ലായിരുന്നു. ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ്. നമുക്ക് ഇതിനിടയ്ക്ക് ഞാൻ ഇതിനെക്കുറിച്ച് ഒരു വീഡിയോ ഇട്ടത്. ഇതുപോലെ തന്നെയാണ് ഭർത്താവ് അറിയാതെ ഈ പറയുന്ന പ്രസവിച്ചതിന് ശേഷം കരയില കൂപ്പാനയിൽ കൊണ്ടിട്ട ഒരു സംഭവം ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. അവസാനം അതിനെ ഉറുമ്പരിച്ച് കണ്ടു. ഇവരുടെ വീട്ടിൽ തന്നെ കുറച്ചപ്പുറമാണ് കരയിലെ കൂട്ടരുടെ ഇടയിൽ കൊണ്ട് ഈ കുഞ്ഞിനെ പ്രസവിച്ചുടനെ കൊണ്ട് ഇട്ടിക്കുകയായിരുന്നു. എവിടെ തന്നെ ഈ ആരോ കൊണ്ട് കുഞ്ഞിനെ ഇവിടെ തള്ളിയിരിക്കുന്നു. അവസാനം കുഞ്ഞിന് ജീവനുണ്ടായിരുന്നു. ഒരു ആൺകുഞ്ഞായിരുന്നു. അതിനെ കൊണ്ട് അതിന് 3-4 ദിവസം ഹോസ്പിറ്റലിൽ കിടന്ന കുഞ്ഞ് മരണപ്പെട്ടത്. പിന്നെയാണ് അറിഞ്ഞത് ഈ പറയുന്ന ഇവള് ഗർഭിണിയായിരുന്നു എന്നുള്ള വിവരം സ്വന്തം കൂടെ കിടക്കുന്ന ഭർത്താവിന് പോലും അറിയില്ലായിരുന്നു എന്നുള്ളത്. അവളെന്തോ ബാത്റൂമിൽ പോയാണ് പ്രസവിച്ചിട്ട് രാവിലെ എടുത്ത് തൊട്ട് അപ്പുറത്തുള്ള ഇവളുടെ വീട്ടിന്റെ തന്നെ അപ്പുറത്തുള്ള കരിയലയുടെ ഇടയിൽ കൊണ്ടിടുക, അത് മൂടിയിടുകയൊക്കെ ചെയ്ത് ഭയങ്കര ഒരു സംഭവം ഉണ്ടായിരുന്നു. അതേ കണക്കാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത്. അതായത് ഷംനയ്ക്ക് വലിയ പ്രായമൊന്നുമില്ല. വെറും 21 വയസ്സായ ഷംന ഗർഭിണിയായിരുന്നു എന്നുള്ളത് പോലും കൂടെ കിടക്കുന്ന ഭർത്താവിന് പോലും അറിയില്ലായിരുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ ദുരൂഹത എന്തുമാത്രം ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതായത് ഇവൾ പ്രസവിക്കുന്നു. പ്രസവത്തിന് ശേഷം ഈ കുഞ്ഞിനെ എങ്ങനെ കൊന്നു എന്നുള്ളത് അതിനെക്കാട്ടും ഞെട്ടിക്കുന്ന മറ്റൊരു കേസാണ്. ഈ കുഞ്ഞിനെ എന്ത് ചെയ്യുന്നു, ഈ കുഞ്ഞിനെയും കൊണ്ട്, അപ്പൊ മരിച്ചിട്ടില്ലായിരുന്നു എന്ന് പറയുന്നു, ഈ കുഞ്ഞിനെയും കൊണ്ട് തൊട്ടടുത്തുള്ള കാട്ടാക്കട മമൽ ഹോസ്പിറ്റലിലാണ് അവർ കൊണ്ടുപോയത്. അവിടെ കൊണ്ടുപോയിട്ട് കുഞ്ഞ് മരണപ്പെട്ടു. ആ കുഞ്ഞിന്റെ ദേഹത്തുള്ള മുറിവുകൾ, ചതവുകൾ, ഈ പറയുന്ന തലയുടെ ബേക്ക് ഭാഗത്തൊക്കെ ഈ കുഞ്ഞിന് മുറിവുകൾ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് മനസ്സിലാക്കിയത് ഇതൊരു കൊലപാതകമാണ് എന്ന് മനസ്സിലാക്കി ഇത് പോലീസിൽ അറിയിക്കുകയാണ് ഈ പറയുന്ന ഹോസ്പിറ്റലുകാർ ചെയ്തത്. അതിനുശേഷം ഹോസ്പിറ്റലുകാരുടെ അല്ലെങ്കിൽ പോലീസുകാരുടെ ചോദ്യം ചെയ്യലിൽ ഈ ഷംന അത് സമ്മതിക്കുകയാണ്. എന്താണ് ഷംന സംബന്ധിച്ച്, ഞാൻ കൊന്നതന്നെ. എങ്ങനെ കൊന്നു വെച്ചാൽ കൈകൊണ്ടൊക്കെ ഇടിച്ചു കൊന്നു എന്നാ പറയുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കും. ഒരു പാവം ഒരു അമ്മയ്ക്ക് എങ്ങനെ ഇത് ചെയ്യാൻ സാധിക്കുന്നു എന്ന് എനിക്കറിയത്തില്ല. ഒരു അമ്മയ്ക്ക് ഇത് എങ്ങനെ ചെയ്യാൻ സാധിക്കും? ആ കുഞ്ഞിനെ കൈകൊണ്ടോ എന്തൊക്കെ വെച്ചാൽ കുഞ്ഞിന്റെ മുഖത്തും അവിടെ ഇവിടെയൊക്കെ ഭയങ്കര വികൃതമായിരുന്നു ഈ കുഞ്ഞിന്റെ മുഖം. ആദ്യമൊക്കെ ചില വാർത്തകളിൽ ഈ കുഞ്ഞിനെ എന്തോ വെട്ടിക്കൊലപ്പെടുത്തി എന്ന് പറയുന്ന വാർത്തകൾ വരുന്നുണ്ട്. പക്ഷെ ഈ പറയുന്ന കൈകൊണ്ട് ഇടിച്ചു കൊന്നു എന്നുള്ളതാണ്. കാരണം ചോദിച്ചപ്പോൾ അതിനെക്കാട്ട് വലിയ ഞെട്ടിക്കുന്ന കാരണം അവൾ പറയുന്നത്. അതായത് ഇവൾക്ക് വേറൊരു കൊച്ചുണ്ട്, 1.5 വയസ്സായ മറ്റൊരു കുഞ്ഞുണ്ട്. രണ്ടാമത്തെ കുഞ്ഞിനെ എനിക്ക് നോക്കാൻ പറ്റില്ല, ഒരു കുഞ്ഞും കൂടി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നോക്കാൻ പറ്റില്ല എന്നുള്ള കാരണം പറഞ്ഞുകൊണ്ടാണ് ഈ ഷംന സ്വന്തം, പിന്നീട് അത് ആൺകൊച്ചാണോ പെൺകൊച്ചാണെന്ന് അറിഞ്ഞില്ല, പിന്നീട് ജനിച്ചത്, സ്വന്തം കുഞ്ഞിനെ പിറന്ന ഉടനെ കൊന്നത്. ഇവളുടെ ഐഡിയ എന്ന് വെച്ചാൽ എന്താണ്, നമ്മൾ അന്ന് പറഞ്ഞ ആ ഒരു സംഭവം പോലെ എന്താണ്, ഭർത്താവില്ല, ആരും അറിഞ്ഞിട്ടില്ല, ഗർഭവും ഒന്നും ആരും അറിഞ്ഞിട്ടില്ല, ഇവള് ഒളിച്ചു വെച്ചുകൊണ്ട് കിടന്നു. എന്താണ് ഈ പ്രസവത്തിന് ശേഷം ഈ കുഞ്ഞിനെ കൊന്ന്, ആരും അറിഞ്ഞില്ലല്ലോ, കൊന്ന് അവിടെ എവിടെയെങ്കിലും കൊണ്ട് കുഴിച്ചിട്ട് കഴിഞ്ഞാൽ ഒരൊറ്റ മനുഷ്യൻ അറിയത്തില്ല. പക്ഷെ പണി പാളിയത് എനിക്കൊന്ന് പ്രസവാനന്തരം ഇവൾക്ക് കുറച്ച് ക്ഷീണം അനുഭവിക്കേണ്ടി വന്നു, കുറച്ച് രക്തസ്രാവമൊക്കെ ഉണ്ടായി. ആ സമയത്ത് പറയാതിരിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വന്നു.
പുറത്ത് എന്ത് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിൽ ഇത് പിടിക്കപ്പെടും എന്നുള്ളത് ഇവൾ അവശതയിലായിപ്പോയി. അപ്പൊ ഇവൾ അവശതയിലായില്ലായിരുന്നു എങ്കിൽ ഒരൊറ്റ മനുഷ്യർക്ക് അറിയത്തില്ലായിരുന്നു എന്നുള്ളതാണ്. എന്ത് ഭർത്താവെന്ന് എനിക്കറിയത്തില്ല. ഇത് ഏത് രീതിയിലുള്ള ഭർത്താവാണ്? കൂടെ കിടക്കുന്ന തൻ്റെ ഭാര്യ ഗർഭിണിയായത് പോലും അറിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ പിന്നീട് വിശ്വസിക്കാൻ കുറച്ച് പാടാണ്. ഇനി ഇത് ഭർത്താവിന്റെ തന്നെയാണോ? നമുക്ക് ഇനി ഒരുപാട് സംശയങ്ങൾ വരാം. ഇനി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൃത്യമായിട്ട് വന്നാൽ ഇവർ എങ്ങനെയാണ് ഈ കുഞ്ഞിനെ വകവരുത്തിയത് എന്ന് നമുക്ക് അറിയാൻ സാധിക്കുള്ളൂ. ഒരുപാട് പിന്നീട് എന്താണ് സംശയങ്ങളുണ്ട്. ഭർത്താവ് അറിയാതെ ഗർഭം ധരിച്ചതാണോ? പിന്നെ എന്തുകൊണ്ട് ഈ അതുമല്ല മറ്റു കുഞ്ഞിന് വെറും 1.5 വയസ്സ് മാത്രം പ്രായമുള്ളതെന്നേ പറയുന്നത്. അപ്പം ആ സമയത്ത് വെറും 5 മാസം ഭർത്താവായ ആ സമയത്ത് എനിക്കറിയത്തില്ല, ഇത് ഭർത്താവാണ് ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ളത്. ഒരു ചെറിയൊരു വാർത്ത ഞാൻ ഇതിനകത്ത് വെച്ച് തരാമേ. നവജാത ശിശുവിനെ പെറ്റമ്മ കഴുത്തറുത്ത് കൊലപ്പെടുത്തി. തിരുവനന്തപുരം ഒറ്റശേഖരമംഗലം പൂഴനാട്ടാണ് സംഭവം. പൂഴനാട് പ്ലാവുള വീട്ടിൽ അൽത്താഫിന്റെ ഭാര്യ ഷംനയാണ് 2ാം പ്രസവത്തിൽ ആൺകുഞ്ഞിന്റെ കഴുത്തറുത്തത്. ഈ ദമ്പതികൾക്ക് ഒരു മകൻ കൂടെയുണ്ട്. ഇറച്ചിവെട്ടുകാരനുമാണ് അൽത്താഫ്. ഇന്ന് ഈസ്റ്റർ ദിനമായതിനാൽ ഇന്നലെ രാത്രി 12 മണിക്ക് അൽത്താഫ് ഇറച്ചിവെട്ടാൻ പോയി. രാവിലെ വീട്ടിൽ മടങ്ങിയെത്തിയപ്പോൾ അവശനിലയിൽ കണ്ട ഷംനയോട് കാരണം ചോദിച്ചപ്പോൾ വയറുവേദനയാണെന്നാണ് പറഞ്ഞത്. ഉടനെ ആശുപത്രിയിൽ കൊണ്ടുപോകാനായി ഓട്ടോ ഇറക്കിയ ശേഷം ചെരുപ്പെടുക്കാൻ റൂമിൽ കയറിയ അൽത്താഫ് മേശവലിപ്പിൽ ചോരക്കറ പുരണ്ട നിലയിൽ ബെഡ്ഷീറ്റ് കണ്ടു. ഇതെടുത്തു നോക്കുമ്പോഴാണ് നവജാത ശിശുവിനെ കാണുന്നത്. കുഞ്ഞിന്റെ നെഞ്ചിൽ 3 കുത്തുകളും കഴുത്തറുത്ത നിലയിലും മുഖത്ത് മർദ്ദനത്തിന്റെ പാടുകളും ഉണ്ടായിരുന്നു. ഉടൻ തന്നെ ഷംനയെയും കുഞ്ഞിനെയും കാട്ടാക്കടയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും കുഞ്ഞിന്റെ മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. ഭാര്യ ഗർഭിണിയാണെന്ന് അൽത്താഫ് അറിഞ്ഞിരുന്നില്ലെന്നാണ് ലഭിക്കുന്ന വിവരം. ഗ്യാസ് ട്രബിൾ കാരണമാണ് വയറ് വീർത്തിരിക്കുന്നതായാണ് ഷംന അൽത്താഫിനെ വിശ്വസിപ്പിച്ചിരുന്നത്. വൃദ്ധരായ മാതാപിതാക്കൾ താമസിക്കുന്ന വീട്ടിൽ ഷംന റൂമിൽ പ്രസവിച്ച ശേഷം സ്വന്തമായി കുഞ്ഞിന്റെ പൊക്കിൾക്കൊടി അറുത്തു മാറ്റിയ ശേഷമാണ് ക്രൂരമായി കുഞ്ഞിനെ കൊലപ്പെടുത്തി ബെഡ്ഷീറ്റിൽ പൊതിഞ്ഞ് മേശവലിപ്പിൽ സൂക്ഷിച്ചത്. സംഭവവുമായി ബന്ധപ്പെട്ട് ആര്യൻകോട് പോലീസ് കേസെടുത്ത് മേൽ നടപടികൾ ആരംഭിച്ചു. ഓക്കെ, ഇവിടെ പറയുന്നത് വെച്ചാൽ എന്താണ്, കത്തി കൊണ്ട് കുത്തി എന്നൊക്കെ കൊന്നെന്ന് പറയുന്നത്. ചിലർ പറയുന്നു ഇല്ല, കൈ കൊണ്ട് ഇടിച്ചുകൊണ്ട് ശ്വാസം മുട്ടിച്ചതാണെന്ന് പറയും. എന്തായാലും ദൃക്സാക്ഷികൾ പറയുന്നത് കുഞ്ഞിന്റെ മുഖം എല്ലാം വളരെ വികൃതമായിരുന്നു. നല്ല രീതിയിൽ കുഞ്ഞിനെ ഉപദ്രവിച്ചാണ് ഇവളെ കൊന്നത്. ഇതിനകത്ത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഇവളെ ഭർത്താവിനെ ധരിപ്പിച്ചിരുന്നത് വയറ് ചെറുതായിട്ട് എന്തായാലും പ്രസവിക്കാറൊക്കെ നല്ല വയറുണ്ടാവും. അപ്പോൾ എനിക്ക് ഗ്യാസ് ആയതുകൊണ്ടാണ് ഈ ഒരു വയർ ഇങ്ങനെ വരുന്നത് എന്ന് ഭർത്താവിനെ തെറ്റിദ്ധരിപ്പിച്ചിരുന്നു എന്നുള്ളതാണ്. മനസ്സിലായോ? ഭർത്താവിനെ തെറ്റിദ്ധരിപ്പിക്കുകയും അതിനുശേഷം ഭർത്താവ് ഇറച്ചിവെട്ടുകാരനായിരുന്നു. അതുപോലെ ജനിച്ചത് ഒരു ആൺകുഞ്ഞാണെന്ന് പറയുന്നു. 1.5 വയസ്സ് പ്രായമുള്ളതും ആൺകുഞ്ഞ്. 2ാമത്തെ ജനിച്ചതും ഒരു ആൺകുഞ്ഞ് തന്നെയാണ്. അപ്പോൾ ഭർത്താവ് ഞായറാഴ്ചയായിട്ട് ഇറച്ചിവെട്ടാൻ പോയി. ആ സമയത്താണ് ഇവള് പ്രസവിക്കുന്നത്. ഇവിടെ റൂമിനകത്തുനിന്ന് പ്രസവിച്ച് എന്ത് ചെയ്തു, അവിടെയുള്ള മേശവരിപ്പിൽ എന്തോ ഈ പറയുന്ന പൊതിഞ്ഞെടുത്ത് കട്ടിന്റെ അടിയിൽ വെച്ചെന്ന പല ന്യൂസുകളിലും പറയുന്നത് കട്ടിന്റെ അടിയിൽ ഉണ്ടായിരുന്നു. അതിനുശേഷം ഇവർ അവശ്യ നിലയിലായിപ്പോയി. അതിനുശേഷം ഭർത്താവ് വന്നപ്പോൾ ഇവൾക്ക് വയറുവേദന മുമ്പേ പറഞ്ഞിട്ടുണ്ടല്ലോ, വയറൊക്കെ വീർത്ത്. അപ്പോൾ ഭർത്താവ് പറഞ്ഞു ശരി നമുക്ക് ഹോസ്പിറ്റലിലോട്ട് പോവാം എന്ന് പറഞ്ഞ് ഓട്ടോ പിടിച്ചുകൊണ്ട് വന്നപ്പോഴാണ് സംഭവം ഈ ഒരു സാധനവും കൂടി കാണുന്നത് എന്നുള്ളതാണ്. ഞെട്ടിപ്പോകുന്ന വാർത്തയാണ്. നമ്മൾ ഇന്ന് വകുപ്പുകൾ ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ 101/1, 115/1, 118/2 ഇത്രയും വകുപ്പുകളുണ്ട്. അതായത് കൊലപാതകം, കൈകൊണ്ടുള്ള മർദ്ദനം, മനസ്സിലായോ? സെക്ഷൻ എടുത്തിങ്ങനെ കൈകൊണ്ടുള്ള മർദ്ദനം, കുഞ്ഞിന്റെ ശരീരത്തിലും തലയ്ക്ക് പുറകിലും മുറിവുണ്ട്. ഇതാണ് FIR. അപ്പൊ ഇതിനകത്ത് ഈ പറയുന്ന വെട്ടിക്കൊലപ്പെടുത്തി അങ്ങനെയൊന്നുമില്ല, കൈകൊണ്ടുള്ള കൈകൊണ്ട് ഇടിക്കുകയോ ബലമായി കുഞ്ഞു ഇവിടെ തന്നെ പ്രസവിക്കുന്നു, ഇവിടെ ആരെയും അറിയിക്കാതെ പ്രസവിക്കുന്നു, ഇവിടെ തന്നെ പൊക്കിൾ കൂടി അറുത്തു മാറ്റുന്നു, കട്ട് ചെയ്ത് മാറ്റുന്നു. അതിനുശേഷം ഈ കുഞ്ഞിനെ കൊല്ലുന്നു. ഒരു അമ്മയ്ക്ക് ഇതെങ്ങനെ ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഒരു പെറ്റമ്മയ്ക്ക് എങ്ങനെ ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളത്. ഒരിക്കലും ഈ ഒരു വിഷയം പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു ബാലിശമായ ഒരു സംഭവം, അതായത് ഒരു കുഞ്ഞിനെയും കൂടി എനിക്ക് വളർത്താൻ പറ്റത്തില്ല, അതിന്റെ ബുദ്ധിമുട്ടും കൂടി ഏറ്റെടുക്കാൻ പറ്റില്ല എന്ന് പറയുന്ന ആ ഒരു ന്യായത്തോട് എനിക്ക് അങ്ങോട്ട് യോജിപ്പില്ല എന്നുള്ളത്, എനിക്ക് വലിയ യോജിപ്പില്ല എന്നുള്ളതാണ്. ഇതിൽ മറ്റെന്തോ ദുരൂഹതകളുണ്ട്. ഭർത്താവ് അറിയാതെയാണോ ഗർഭം ധരിച്ചത് എന്ന് സ്വാഭാവികമായിട്ടും ഏറ്റവും ബലമായിട്ടൊന്ന് സംശയിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഭർത്താവ് അറിയാതെയാണോ ഇവര് ഗർഭം ധരിച്ചത്, മറ്റാരുമായിട്ട് അവർക്ക് ബന്ധമുണ്ടോ എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ടും അന്വേഷിക്കണം. കാരണം അങ്ങനെ വളരെ റെയർ ആയിരിക്കും ഇങ്ങനെയുള്ള സംഭവങ്ങൾ. ഇത്രയും ക്രൂരത സ്വന്തം മകളോട് അല്ലെങ്കിൽ മക്കളോട് കാണിക്കുന്ന മാതാപിതാക്കൾ വളരെ റെയർ ആയിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് മാനസികമായിട്ട് എന്തെങ്കിലും വിഷയം കാണും. മനസ്സിലായത് ഒരു 1.5 വയസ്സായ ഒരു ആൺകുഞ്ഞുണ്ട്. 1.5 വയസ്സിനടുത്ത് വീണ്ടും ഗർഭം ധരിക്കുന്നു.
വീണ്ടും അതിനെ എനിക്ക് വളർത്താൻ വയ്യ, പിന്നെ നീ എന്ത്, ഞാൻ പറഞ്ഞു കൂടി പോകും, മനസ്സിലായി. അപ്പൊ ഇവളെ ആദ്യം കുറ്റം സമ്മതിച്ചിട്ടാണ്, പിന്നെ പോലീസിന്റെ ചോദ്യം ചെയ്തതിൽ ഇവൾ കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. ഷംന എന്ന് പറയുന്ന 21 വയസ്സായ ഇപ്പൊ കൊലപാതകയാണ്, അല്ലെ, കുഞ്ഞിനെ കൊന്നു. ഒരു പാവം ഒരു കുഞ്ഞിനെ എന്ത് ചെയ്തു, പ്രസവിച്ചിട്ട് സ്വന്തം അമ്മ തന്നെ കൊല്ലുന്നു. വെരി ഗുഡ്. അപ്പോ അവള് കൊലപാതകമായി. അപ്പൊ അവള് സമ്മതിച്ചിട്ടുണ്ട്. സമ്മതിച്ചപ്പോൾ പറഞ്ഞ കാരണം ഇതാണ്, എനിക്ക് വളർത്താൻ പറ്റത്തില്ല, ഒന്ന് എന്നെ വളർത്തി എനിക്ക് ഒരു ലെവലായി, ഇനി അടുത്തതിനെ കൂടി വളർത്താൻ പറ്റില്ല എന്നുള്ളതാണ്. പക്ഷെ ഇതൊന്നും അല്ലായിരിക്കാം കാരണം, യഥാർത്ഥ കാരണം ഇതുമല്ല. പിന്നെ എന്റെ ഭർത്താവിനോട് എനിക്ക് പറയാൻ, നീയൊക്കെ ഒരു ഭർത്താവാടെ, എനിക്ക് മനസ്സിലാവില്ല. സ്വന്തം കൂടെ കിടക്കുന്ന ഭാര്യ ഗർഭിണിയായിട്ട് പോലും നീ അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ എന്ത് തന്നെയൊക്കെ പറയണമെന്ന് പറഞ്ഞാൽ, പിന്നെ ഈ പറയുന്ന ഗ്യാസ് എന്ന് പറയുമ്പോൾ, വയറ് പെരി വരുമ്പോൾ ഗ്യാസ് എന്ന് പറയുമ്പോൾ നീ അങ്ങ് സമ്മതിച്ചു കൊടുക്കുമല്ലേ. എന്തൊക്കെയാണ് ദുരൂഹതയെന്ന് എനിക്കൊരു പിടുത്തവുമില്ല. വൻ ദുരൂഹതകളുണ്ട് ഇതിനകത്ത്. മറ്റൊരാളുണ്ടോ, മറ്റേതെങ്കിലും പിന്നെ കാമുകന്മാരുണ്ടോ? ചാൻസസ് വളരെ കൂടുതലാണ്. നമുക്കത് മറച്ച്, അല്ലെങ്കിൽ നമുക്കത്, കാരണം ഇങ്ങനെ ഒരു സംഭവം വരും, ഭർത്താവ് അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ അറിയാൻ പറ്റില്ല. നമുക്കിതൊരു എന്താ, നമുക്ക് ഉറപ്പിച്ചൊന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ മാനസിക വിഷയങ്ങളുണ്ടോ, എന്തെങ്കിലും ഒരു ചെറിയൊരു മാനസിക വിഷയം കാണും. അല്ലാതെ സ്വന്തം കുഞ്ഞിനെ ഇങ്ങനെ മൃഗീയമായിട്ട് കൊല്ലാൻ ഒരമ്മയ്ക്കും തോന്നില്ല എന്നുള്ളതാണ്, അല്ലേ? ഒരമ്മമാർക്കും തോന്നില്ല. അപ്പൊ ഭർത്താവുണ്ട്, വളർത്താൻ എന്തൊരു ഭർത്താവിന് ജോലിയുണ്ട്, അങ്ങനെ വളർത്താൻ പറ്റില്ല എന്നൊരു സിറ്റുവേഷൻ അവിടെ ഇല്ല. അതുപോലെ ആൺകുഞ്ഞാണ്, ഇനി അതിനെ കെട്ടിച്ചു വിടണം എന്നുള്ളൊരു ബാധ്യതയും അവിടെ ഇല്ല. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇല്ല. അപ്പൊ അതിന്റെ അർത്ഥം ഭർത്താവ് അറിയാതെ ഇത് പ്രസവം അറിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കുഞ്ഞിനെ ഞാൻ വീണ്ടും ഗർഭിണിയായി എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എന്റെ കള്ളത്തരം പിടിക്കപ്പെടുമോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അല്ലെങ്കിൽ മാനസിക അസുഖമായിരിക്കും. എന്തായാലും വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയായിരുന്നു. ഞാൻ ഞെട്ടിപ്പോയി ഈ ഒരു സംഭവം കേട്ടപ്പോൾ. അതുമല്ല, ഈ പറയുന്ന ഇലക്ഷൻ ചൂടിൽ ഈ സംഭവം എല്ലാം ഒരൊറ്റ മെയിൻ സ്ട്രീം മീഡിയകൾ ഇതിന് എടുത്തിട്ടേ ഇല്ല, നമുക്ക് സംസാരിച്ചിട്ടില്ല. അതിൻ്റെ ഇടയിൽ ഇത് മുങ്ങിപ്പോവാതിരിക്കാൻ ശ്രമിക്കുക. പിന്നെ മാക്സിമം ഷെയർ ചെയ്യുക, 4 ആളിലേക്ക് അറിയിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണാം. ജയ് ഹിന്ദ്.